സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീജിത്ത് ബാബു ഡയറക്ട് ചെയ്ത പൈങ്കിളി കാണുവാനാണ് ഇന്ന് പോയത്. ഹൈദരാബാദിലെ പ്രസാദ് മൾട്ടിപ്ലക്സ് സ്ക്രീൻ 5-ൽ നിന്നാണ് സിനിമ കണ്ടത്. സിനിമയെ പറ്റി പറഞ്ഞാൽ കഥയെക്കുറിച്ച് ആകുലതപ്പെടാതെ ടോമാഞ്ചേരി കണ്ടിരിക്കുന്ന പോലെ കുറേ സീനുകൾ ചിരിക്കാനുള്ള ഒരു പടം. ലോകത്തൊരിടത്തും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയിൽ നന്നായി ചിരിക്കാൻ കഴിയുന്ന കോമഡികളും കുറച്ചധികം ചളി കോമഡിയും കൂടാതെ ഇഴഞ്ഞു നീങ്ങുന്ന ലാഗ് സീനുകളുമുള്ള ഒരു ബിലോ ആവറേജ് മൂവിയാണ് പൈങ്കിളി. സജിൻ ഗോപു തനിക്ക് കിട്ടിയ കഥാപാത്രം അതിമനോഹരമായി അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. പതിവ് പോലെ അനശ്വര രാജനും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് സാധിച്ചു എന്നത് സംശയമാണ്. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്യാരക്ടറൈസേഷനാണ് ഈ സിനിമയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. പ്രേക്ഷകർ ഒന്നടങ്കം പൊട്ടിച്ചിരിക്കുന്ന 6-7 സീനുകൾ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവായി പറയാനില്ല. കൂടുതൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ കുറച്ച് സമയം തിയേറ്ററിൽ പോയിരുന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തവണ ട്രൈ ചെയ്യാൻ പറ്റിയ സിനിമയാണ് പൈങ്കിളി. സിനിമ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ റിവ്യൂ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്